എന്താടാ നീ പോയില്ലേ ഇതുവരെ? പോയി കുളിക്കിറക്ക. കുളിക്കാം. പിന്നെന്താ? ഏത്തപ്പഴം മുഴുന്നുണ്ടോ? ആനമുട്ട പൊരിച്ചതുണ്ട്, മതിയാ? വെള്ളച്ചമ്മന്തിയുണ്ടോ? മുക്കി തിന്നാനാ? പോയി കുളിക്കടാ. അമ്മ കുളിപ്പിച്ചോ? അമ്മ കുളിപ്പിച്ചോ? അതിന്റെ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഒരു പാളയെ കിട്ടും, മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ചാൽ മതിയാ. ഓ, അതൊക്കെ അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാ. പാള കൊണ്ടുവന്ന് മഞ്ഞൾ ഏൽപ്പിച്ച് നമുക്കതൊന്നും വേണ്ട, സാധാ കുളി മതി. പോയി കുളിക്കടാ. ഇതെന്താന്ന്? എന്താ ബാലു? ഒരു സാധനം പൊളിക്കാണ്ട്. പൊളിക്കാനുണ്ടോ? അമ്മേ ഒന്നിനെ കുളിപ്പിക്കമ്മേ പ്ലീസ്. പോയി കുളിക്ക് ചെല്ല്. പോത്തോല കടന്നു കുളിപ്പിക്കാൻ നടക്ക. നീ പടി, നിന്നെ അമ്മേനെ കുളിപ്പിക്കുന്നേ. ഞാൻ കൊച്ചു കുട്ടിയാ, ഈ ഒരു ഭാവിയോ? ബാ കുളിപ്പിച്ചേരാ, നീ തല്ലു പിടിക്കണ്ട. കാന്താരി. ഓ, കുളിച്ചില്ല ഇതുവരെ? ഇതാര്? വെളിച്ചപ്പാടോ? വെളിച്ചപ്പാടേ, എല്ലാ വർഷവും ഈ തിരുമുറ്റത്ത് ഒന്നിനെ അനുഗ്രഹിച്ചിട്ട് പോണം എന്നാണ് എന്റെ ആശ. അച്ഛാ അവിടെ നിന്നേ. അമ്മ അച്ഛനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ പെണ്ണെന്ന് അല്ല, സ്ത്രീകളെ പെണ്ണെന്ന് വിളിക്കരുതെന്ന്. പിന്നെ പെണ്ണുങ്ങളെ പെണ്ണെന്ന് വിളിക്കാതെ പിന്നെ എന്തോന്ന് വിളിക്കും കൊച്ചേ? അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്, പക്ഷെ ആരും അംഗീകരിക്കില്ലെന്നേ ഉള്ളൂ. നിന്റെ പപ്പടം കുത്തിയോടെ അടുക്കളയിലുണ്ട്. അവിടെ നോക്കി കണ്ടില്ല. എന്തിനാ? ഒരു ആവശ്യത്തിന്. തരില്ല. തരില്ലെന്നേ. ബാലുവിന് ഒരു സാധനം തരത്തില്ല. എന്തെങ്കിലും കൊണ്ടുപോയ പിന്നെ അത് കാണത്തില്ല. പോയി ഡ്രസ് മാറ്. തല തോർത്തി നന്നായിട്ട്. തോർത്തി മൊത്തം വെള്ളം. പിള്ളേരെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എന്തെങ്കിലും കാട്ടി കൂട്ടണം പോണം. ചുമ്മാ അല്ല പിള്ളേർക്ക് അസുഖം പറഞ്ഞത്. ഒരു കാര്യം ചെയ്യത്തൂല, വാജ് ഒഴിച്ചോളൂ. നീ പോ, എന്റെ പിള്ളേരെ കാര്യം നോക്കാൻ എനിക്കറിയാം. പോ. തലയിൽ വെള്ളം കിട്ടി നിന്നാലേ നീർത്താഴ്ച ഉണ്ടാവും. അവസാനം അത് ജലദോഷത്തിൽ കൊണ്ടെത്തിക്കും. ഏറ്റവും വലിയ ദോഷമാണ് എന്ത്? ജലദോഷം. ആര് പറഞ്ഞു? ചവന മഹർഷി. ചവന മഹർഷി. നീ പോയി രാസനാഥി പൊടി എടുത്തുണ്ടോ? അപ്പോ എനിക്കറിയില്ല എവിടെ ഇരിക്കണേന്ന്. നിനക്ക് എന്തറിയാം? പിന്നെ എന്തെങ്കിലും അറിയാം നിനക്ക്? അമ്മേ തലവേല മുടി ഉണ്ടോ? എന്താടാ അമ്മാന്റെ തിരുമ്പിലാണ് ഇങ്ങനെ ഇങ്ങോട്ട് പോയത്. രാസനാഥി പൊടി കിട്ടി. പോയി ക്ലാസ് ചെയ്ത് ശ്രദ്ധയോടെ പഠിച്ചോ കേട്ടാ. അയ്യോ വാ. ഞാൻ കുളിച്ചിട്ടില്ല, പോയ അവിടെ നിന്ന്. നീ പോയി കുളി, രാസനാഥി കുളി. എനിക്ക് സമയമായി, ഞാൻ പോവാ. അയ്യോ എനിക്ക് സമയം അറിയാമല്ലോ. പോട്ടെ, സമയം പോയി. എനിക്ക് ഇനി എന്ത് സമയാവും? എന്റെ സമയം വരും. ഇതിട്ട് പിടിച്ചാ മതി. പല്ലിന്റെ ഇടയിൽ കയറി. അത് തന്നെ ഇട്ട് പിടിച്ചാ മതി. ഇളകി വരും, പല്ല് ഇളകി വരും. പിടി. വയലാടാ ഇതിന്റെ നോട്ട് നോട്ട്. ഞാൻ ഇളക്കി തരാൻ നിക്കേ. പിടി. കണ്ടാ, അത് തുപ്പി കളയല്ലേ, ഇറക്ക്. നല്ല വൈറ്റമിനാണ്. അവിടുന്ന് വണ്ടി കൂലിയും കൊടുത്ത് ഇവിടെ വരെ വന്നിട്ടേ ചളിച്ച കോമഡി അടിക്കല്ലേ. ഫുഡ് വല്ലതും കഴിക്കാണ്ടാളിയാ? ഒരു 4 ഇഡലി അകത്ത് കാണണം. അതെടുക്കല്ലേ, അതെനിക്കുള്ളത്. പിന്നെ ഈ നല്ല ഇലക്ട്രോണിക്സ് പണി അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടാളിയാ? വീട്ടിലെ TV ഇടയ്ക്ക് ഓണാവും, ഇടയ്ക്ക് ഓഫാവും. എന്തോ പ്രശ്നമുണ്ട്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഓണും ഓഫാവും. പിക്ചർ വരുന്നുണ്ട്, സിഗ്നൽ വരുമ്പോഴത്തേക്ക് TV ഓണാവും, പിന്നെ അത് ഓഫാവും, പിന്നെ ഓണാവും, പിന്നെ ഓഫ്. അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. പണി അറിയാന്നുള്ള ആരെങ്കിലും വിളിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. നീ എന്തിനടാ പറഞ്ഞത്? എന്നെ കളിയാക്കാനാ? അത് വല്ലതും കാണും, എടുത്തു വെച്ച് കയറ്റിക്കൊണ്ട് പോ. എത്ര ഇഡലി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അത് എനിക്ക് വെച്ചൊക്കെയാണ്, നിനക്കല്ല. ഞാൻ കഴിക്കാൻ പറ്റില്ല.
തള്ളിയിട്ടത്? അളിയനല്ലേ തള്ളിയിട്ടത്? ദോശയായിരുന്നു. അറിയാതെ പറഞ്ഞു ഇഡലിയാണെന്ന്. നിനക്ക് ദോശ വേണ്ടല്ല? എനിക്ക് ദോശ വേണം, ഞാൻ കഴിച്ചില്ല. ഞാൻ കഴിച്ചോളാം. എന്തിന്? ശ്രീകുട്ട, കാര്യമായിട്ട് ഞാൻ പറയണ്, ഞാൻ രാവിലെ പോലെ ഒന്ന് കഴിക്കാൻ നിൽക്കണ്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. എടാ, അവള് വൈകുന്നേരം വരുവളെന്ന്. അതിനെന്ത്? എടാ, എനിക്ക് വെച്ചിട്ട് പോയാ അളിയൻ പുറത്തുപോയി കഴി. എടാ, ഞാൻ പുറത്തിറങ്ങൂല, നിനക്ക് അറിഞ്ഞൂടെ? പുറത്തിറങ്ങി ഇപ്പൊ കഴിച്ചാൽ മതി. ഞാൻ പറഞ്ഞ വഴിക്ക് കടയൊക്കെ അടച്ചിരിക്കായിരുന്നു. സീരിയസ് ആയിട്ട് ഞാൻ പറയണം. ഞാൻ നിന്റെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുണ്ടിങ്ങനെ വയ്ക്കരുതെന്ന്. ഞാൻ നിന്റെ ആര്? അളിയ വെച്ചേക്കണത് നിന്റെ അളിയൻ തന്നെ. നീ ഇത് കഴിക്കരുത്, എനിക്ക് വേണം. പിന്നെ എനിക്ക് വേണ്ടേ? എനിക്ക് വിശക്കണ കളിയാ. ഇടാ, ഞാൻ പിന്നെ ഇവിടെ പോകണടാ. അളിയ പുറത്തിറങ്ങി കഴിക്കാൻ പറഞ്ഞല്ല. നീ എനിക്ക് 3 എന്താ, നീ ഒന്നെടുത്തോ. അത് ഞാൻ 3 എടുക്കാം, അളി ഒരെണ്ണം കഴിയും. എടാ, എനിക്ക് വിശക്കണ്. എടാ, നീ വീട്ടിൽ നല്ലടാ അങ്ങോട്ട് കെട്ടിയെടുത്തത്. അപ്പൊ നിനക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നൂടെ? എന്റെ ചാച്ചി ഇവിടെ ഇരിക്കുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കണത് എന്തിനാണ്? എടാ, ഒരെണ്ണം നിന്റെ ആക്രാന്തം കാണിക്കടാ. ആരും നിന്നില്ല. എനിക്കുള്ള എല്ലാം കൂടെ ആലമ്പി വന്നിട്ട് പട്ടിക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചിരുന്ന സാധനമാണ്. പട്ടിക്ക് കൊടുക്കാൻ എടുത്ത് വെച്ചിരുന്ന സാധനം എനിക്കുള്ള ഫ്രിഡ്ജിലിരിക്കുന്നു. ഇത് പട്ടി തിന്നതിന്റെ ബാക്കിയാണ് എടുത്തു വെച്ചത്. എടാ, ഇറങ്ങിപ്പോ. ഇതെന്റെ ചേച്ചി വാടക കൊടുക്കുന്ന വീടാണ്. ഇവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കാണിക്കും. പിന്നെ കിടന്ന് ആടടാ. ഇവിടെ കിടന്ന് എന്ത്